കുവരും വിദ്യവിഹീനരുമാ ശിഷ്യർ നിന്നോടു ചേർന്നപ്പോൾ ജ്ഞാനത്തിൻ നിറമകുടം ചാർത്തി വിജ്ഞാനികളാക്കി തീർത്തു. നോമ്പാലും പ്രാർത്ഥനയാലും ഞങ്ങളെ നിന്നോടു ചേർത്തിട്ട് ജ്ഞാനികളാക്കി തീർക്കേണമേ. തിരുവിഷ്ടത്താൽ ജീവിപ്പാൻ നിൻ കൃപ ഞങ്ങൾക്കേണമേ. ബാരക്കുമോ. കർത്തൻ തന്നോടുൾ സ്നേഹത്താൽ സ്ലീഹർ ജീവൻ ബലി നൽകി. മാർപത്രോസ് തലകീഴായേകി. മാർ പൗലോസ് വാളാലേകി. നിൻ വാത്സല്യം മോഹിപ്പാൻ ദണ്ഡന പീഠകളെ. Thank you friends for joining in this live. Thank you for watching. നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ലൈവ് ചില അൺഫോർച്യൂണേറ്റ് റീസൺസ് കൊണ്ട് അത് സ്റ്റോപ്പായി പോയി. സോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഗലാത്യ ലേഖനം 5-ാം അധ്യായം 1-ാമത്തെ വാക്യമാണ്. എങ്കിലും വിശ്വസിക്കുന്നവർക്ക് വാഗ്ദത്തം, ഇത് 3-ാം അധ്യായമാണ്. 5:1 പറഞ്ഞുകൊണ്ടിരുന്നത് സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രമാക്കി. ആ വാക്യമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രമാക്കി. യേശുക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം അഥവാ യേശുക്രിസ്തു നൽകുന്ന സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ, അടിമനിയമത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. സോ ഇവിടെ പറയുന്നത് യേശുക്രിസ്തു നൽകുന്ന സ്വാതന്ത്ര്യം. നമ്മൾ ഒത്തിരി കേൾക്കുന്ന ഒരു വിഷയമാണ്. ഉദാഹരണം പറഞ്ഞാൽ മതിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രമാക്കി, സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും, ദ ട്രൂത്ത് ഷാൽ സെറ്റ് യു ഫ്രീ എന്ന് പറഞ്ഞ് നമ്മൾ ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ കാണാറുണ്ട്. അപ്പൊ യേശുക്രിസ്തു പറഞ്ഞത് തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോടാണ് യേശുക്രിസ്തു പറഞ്ഞത്, സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അപ്പൊ എന്ത് സ്വാതന്ത്ര്യമാണ് യേശുക്രിസ്തു അവരോട് പറഞ്ഞത്? ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരും എന്ന് യേശുക്രിസ്തു പറഞ്ഞത് വാട്ട് കൈൻഡ് ഓഫ് ഫ്രീഡം യേശുക്രിസ്തു ഓഫർ ചെയ്യുന്നത് എന്ത് ഫ്രീഡമാണ്? അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. കാരണം ഇവിടെ ഈ പൗലോസ് അപ്പോസ്തലൻ ഗലാത്യ ലേഖനത്തിൽ പറയുന്നത് സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രമാക്കി. അപ്പൊ ഈ സ്വാതന്ത്ര്യത്തെ പറ്റി മാത്രമല്ല, പൗലോസ് അവിടെ ഒരു അടിമനുഖത്തെ കുറിച്ച് കൂടെ പറയുന്നുണ്ട്. അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. ഗലാത്യ ലേഖനം ഒരു 2-3 തവണ മനസ്സിരുത്തി വായിച്ചാൽ മനസ്സിലാകാനുള്ള കാര്യമേ ഉള്ളൂ. അതുകൊണ്ട് സാധാരണ അതിനാരും അങ്ങോട്ട് മെനക്കെടുന്നില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ സ്വാതന്ത്ര്യം എന്നൊരു വാക്ക് കാണുമ്പോൾ എന്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്, അല്ലെ ഏതിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്, എങ്ങനെയുള്ള സ്വാതന്ത്ര്യമാണ്, എന്താണ് അവിടെ പറയുന്നത്? ഇവിടെ പറയുന്നത്, എന്നാൽ ന്യായപ്രമാണം എന്തിന്? വാഗ്ദത്തം ലഭിച്ച സന്തതി വരുവോളം അത് ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതും ദൂതന്മാർ മുഖാന്തരം മധ്യസ്ഥന്റെ കയ്യിൽ ഏൽപ്പിച്ചത് മാത്രം. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത വിഷയമാണ്. ഒരുത്തൻ മാത്രമെങ്കിൽ മധ്യസ്ഥൻ വേണ്ടി വരികയില്ല. എങ്കിൽ ന്യായപ്രമാണം ദൈവ വാഗ്ദത്തങ്ങൾക്ക് വിരോധമോ ഒരു നാളുമല്ല. ജീവിപ്പിപ്പാൻ കഴിയുന്ന ഒരു ന്യായപ്രമാണം നൽകിയിരുന്നു എങ്കിൽ ന്യായപ്രമാണം വാസ്തവമായും നീതിക്ക് ആധാരമാകുമായിരുന്നു. അപ്പൊ ഈ ന്യായപ്രമാണം മരണമാണ് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് പൗലോസ്ലീഹ തന്നെ കൊരിന്ത്യർ ലേഖനം എഴുതുമ്പോൾ അവിടെ മരണത്തിന്റെ പ്രമാണം, റോമാലേഖനത്തിലുണ്ട് ജീവന്റെ പ്രമാണം, മരണത്തിന്റെ പ്രമാണം എന്നിങ്ങനെയുള്ള പ്രയോഗങ്ങൾ അവിടെ നടത്തുന്നുണ്ട്. മരണത്തിന്റെ പ്രമാണം എന്നാണ് ഈ ന്യായപ്രമാണത്തെ കുറിച്ച് വിശേഷിപ്പിക്കുന്നത്. നമ്മൾ റോമാലേഖനവും
ഗലാത്യ ലേഖനവും ഒരുപോലെ പാരലായിട്ട് പഠിക്കണം. ഞാനത് പല പ്രാവശ്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വായിക്കുന്നവർ റോമൻസ് വായിക്കുമ്പോൾ ഗലേഷ്യൻസും കൂടെ വായിക്കണം. അല്ലെങ്കിൽ ഗലേഷ്യൻസ് തന്നെ വായിച്ചിട്ട് അർത്ഥമില്ല. ഗലേഷ്യൻസ് വായിക്കുന്നെങ്കിൽ നിങ്ങൾ റോമൻസും ചേർത്ത് വായിക്കണം. റോമൻസ് ആൻഡ് ഗലേഷ്യൻസ് ഗോ ടുഗദർ. അത് ഒരുമിച്ച് വായിച്ചെങ്കിലേ മനസ്സിലാവുള്ളൂ. കാരണം രണ്ടും ഒരേ ആശയമാണ്, ഒരേ കാര്യമാണ്. ഗലാത്യ ലേഖനത്തിന്റെ ഒരു വികസിത രൂപമാണ് റോമാലേഖനം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ രണ്ടിനകത്തും പൊതുവായിട്ടില്ലാത്ത ചില കാര്യങ്ങൾ. അതുകൊണ്ട് രണ്ടും കൂടെ ചേർത്ത് വെച്ച് കഴിയുമ്പോൾ ഒരു പെർഫെക്റ്റ് പിക്ചർ നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് ഐ സ്ട്രോങ്ലി റെക്കമെൻഡ് ടു റീഡ് റോമൻസ് ആൻഡ് ഗലേഷ്യൻസ് ടുഗദർ. റോമൻസ് 16 അധ്യായമുണ്ട്, ഈ ഗലേഷ്യൻസ് 6 അധ്യായമുണ്ട്. അപ്പം 16 6 22 അധ്യായങ്ങൾ. 22 അധ്യായങ്ങൾ ഒരുമിച്ച് വായിച്ചാൽ മതി. നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾ മാറും എന്നല്ല, നിങ്ങൾക്ക് ആക്ച്വലി സ്വാതന്ത്ര്യം കിട്ടുകയും ചെയ്യും. ഈ ഒത്തിരി ആളുകൾ ഈ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ ഈ വാക്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് എന്ത് സ്വാതന്ത്ര്യം എന്നറിയത്തില്ലാതെ പ്രസംഗിക്കും. ഭയങ്കരമായിട്ട് പ്രസംഗിക്കും. സ്വാതന്ത്ര്യം കിട്ടുന്നു, ക്രിസ്തു സ്വാതന്ത്ര്യമാക്കും. അപ്പൊ ഈ പറഞ്ഞ് വാചടിക്കുന്ന ആളുകളോട് ചോദിക്കണം, എന്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ്? അപ്പൊ അത് ഇമോഷണൽ ആയിട്ടൊക്കെ ഒത്തിരി ഭയത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്, ലൈംഗിക അശുദ്ധിയിൽ നിന്നും ഒക്കെയുള്ള സ്വാതന്ത്ര്യമാണ്, അല്ലെങ്കിൽ ഈ എന്താണ് പിന്നെ പറയും ദുശീലങ്ങളിൽ നിന്ന്, ദുസ്തഴക്കങ്ങളിൽ നിന്ന്, പാപത്തിന്റെ ബന്ധനത്തിൽ നിന്ന് ഉള്ള സ്വാതന്ത്ര്യമാണ്. ഇങ്ങനെയൊക്കെ ഞാൻ അതിന് ഒന്നും എതിരല്ല. പാപത്തിന്റെ ബന്ധനത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, മാനസിക പിരിമുറുക്കത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, ലൈംഗിക ദുശീലങ്ങളിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, ഭയത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, ഇതെല്ലാം മനുഷ്യന് ആവശ്യമാണ്, വളരെ വേണ്ടതാണ്. പക്ഷെ ഈ ചർച്ച ചെയ്യപ്പെടുന്ന ഭാഗത്ത് ഈ തരത്തിലുള്ള ലൈംഗിക അശുദ്ധിയിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തെ പറ്റിയൊന്നും അല്ല പറയുന്നത്. എന്താണ് അവിടെ പറയുന്നത്? ഇത് കൂടുതലും കത്തോലിക്ക അച്ഛന്മാര്, കരിസ്മാറ്റിക് ധ്യാന ഗുരുക്കന്മാരൊക്കെയാണ് ഇതൊക്കെ പറഞ്ഞ ആളുകളെ കറക്കിക്കൊണ്ടിരിക്കുന്നത്. പെന്തക്കോസ്തുകാര് അതല്ല പറയുന്നത്, അവർ വേറെന്തൊക്കെയോ സ്വാതന്ത്ര്യമാണ് പറയുന്നത്. ഭയങ്കര സ്വാതന്ത്ര്യമാണ് പെന്തക്കോസ്തുകാർക്ക്. ഒരാളെ കണ്ട ഹൃദയം തുറന്ന് ചിരിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ല പെന്തക്കോസ്തുകാർക്ക്. കഷ്ടമാണ്. ഇപ്പൊ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം, ഫോർ ദ ലോ ഓഫ് ദ സ്പിരിറ്റ് ഓഫ് ലൈഫ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. അപ്പൊ നിങ്ങൾ അതിന്റെ ആ അഡ്ജക്റ്റീവ്സ് ഒക്കെ പോയി നോക്ക്. ദ ലോ ഓഫ് ദ സ്പിരിറ്റ് ഓഫ് ലൈഫ് ഇൻ ക്രൈസ്റ്റ്. കണ്ടോ? ഈ ഇംഗ്ലീഷിലുള്ള ഈ വാക്യവും മലയാളം കൂടെ നിങ്ങൾ വായിച്ചു നോക്ക്. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ഇതാണോ അവിടെ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്? ഫോർ ദ ലോ ഓഫ് ദ സ്പിരിറ്റ് ഓഫ് ലൈഫ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. സ്പിരിറ്റ് ഓഫ് ലൈഫ് ഇൻ ക്രൈസ്റ്റ് ജീസസ് ഹാസ് മെയ്ഡ് മീ ഫ്രീ. അപ്പം വാട്ട് മെയ്ഡ് ഹിം ഫ്രീ? എന്താണ് അവനെ സ്വതന്ത്രമാക്കിയത്? ജീവന്റെ ആത്മാവിന്റെ പ്രമാണമാണ്. അപ്പൊ സ്പിരിറ്റ് ഓഫ് ലൈഫ് ഇൻ ക്രൈസ്റ്റ് ജീസസ്, ക്രിസ്തുയേശുവിലുള്ള ആത്മാവിന്റെ ജീവന്റെ പ്രമാണം. അപ്പൊ ഇവര് തർജ്ജമ ചെയ്ത് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നതാണ് തർജ്ജമ. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. For the law of the spirit of life in Christ Jesus has made me free from the law of sin and death. What is the law of sin and death? മോശിക ന്യായപ്രമാണമാണ്. ഇതിൽ നിന്ന് എന്ത് സ്വാതന്ത്ര്യം? ഇപ്പൊ മോശിക ന്യായപ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രമാക്കുന്നതിനെ കുറിച്ചാണ് ഈ പറയുന്നത്. ഇത് കേരളത്തിൽ ഉള്ള ആദിവാസിയോടൊക്കെ ചെന്ന് ഇതാ പറയുന്നത്, നിന്നെ ഇങ്ങനെ സ്വാതന്ത്ര്യം വരുത്തി. എന്തിൽ നിന്ന് സ്വാതന്ത്ര്യം വരുത്തി? പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നത്. അപ്പൊ പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിന്റെ കീഴിലുള്ളവർക്കാണ് ഈ സ്വാതന്ത്ര്യം. ഇപ്പൊ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്ന് പറയുമ്പോൾ അത് ഇന്ത്യയിലുള്ളവർക്കാണ്.
കാരണം അവർ അടിമത്വത്തിലായിരുന്നു. ബ്രിട്ടനിലുള്ളവർക്ക് എങ്ങനെയാ? ബ്രിട്ടനിലുള്ളവർക്ക് വേണേൽ സ്വാതന്ത്ര്യം ആഘോഷിക്കാം, കാരണം ഇന്ത്യക്കാർക്ക് സ്വാതന്ത്ര്യം കിട്ടിയല്ലോ. ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന്, ഇപ്പൊ പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണം എന്താണ്? പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണം എന്താണ്? പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണം പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണം മോശയിക ന്യായപ്രമാണമാണ്. Are you under the law of Moses? ഇപ്പോഴോ, റോമാലയനം തന്നെയാണ് തൊട്ട് പുറകിലത്തെ വാക്യം, ഇപ്പോഴോ നമ്മെ പിടിച്ചടക്കിയിരുന്ന ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്കൊണ്ട് അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല, ആത്മാവിന്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കേണ്ടതിന് നാം ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായിരിക്കുന്നു. But now we are delivered from the law, that being dead wherein we were held, that we should serve in newness of spirit and not in the oldness of the letter. അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല, ആത്മാവിന്റെ പുതുക്കത്തിൽ. എന്താണ് ഇവിടെ പൗലോസ് പറയുന്നത്? അന്ന് യഹൂദന്മാർ ഈ ന്യായപ്രമാണത്തിന്റെ കീഴിലായിരുന്നു. അവ ന്യായപ്രമാണത്തെ വിടുകയാണ്. ന്യായപ്രമാണത്തെയും യഹൂദ ജീവിത ശൈലികളെയും വിട്ടിട്ട് ക്രിസ്തു സഭയിലേക്ക് ചേരുകയാണ്. ഇതിനാണ് മാമോദിസ സ്വീകരിക്കുന്നത്. അവർ മാമോദിസ സ്വീകരിച്ചിട്ട് ബൈ 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 എന്ന് പറഞ്ഞിട്ട് ക്രിസ്ത്യാനിയാകുകയാണ്. ഇതേക്കുറിച്ചായി പറയുന്നത്. ഈ വാക്യങ്ങളൊക്കെ വെച്ച് എന്തുമാത്രം ദുർവ്യാഖ്യാനമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. എന്തെല്ലാം വ്യാഖ്യാന കസർത്തുകൾ, ഹെർമിനൂട്ടിക്കൽ ജിംനാസ്റ്റിക്സ് നടത്തുകയാണ്. ഭയങ്കര. ഇത് സിമ്പിളായിട്ട് നിങ്ങൾ മനസ്സിലാക്കി. ഇവിടെ എഴുതിയിരിക്കുന്നത് അന്നത്തെ യഹൂദന്മാർ ന്യായപ്രമാണ സംബന്ധമായി മരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേപറ്റി ചിന്തിക്കുന്ന പോലുമില്ല. അതൊരു പ്രയോഗമാണ്. ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു എന്ന് പറഞ്ഞാൽ ഞാനവനെ കേൾക്കുന്നില്ല, ഞാനവനെ കാണുന്നില്ല, ഞാനവനോട് മിണ്ടുന്നില്ല, അവൻ എന്നോട് ഇടപെടുന്നില്ല. ഇപ്പം മരിച്ച പോലെയാണ്. ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചു എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഉള്ള നമ്മൾ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. ഇപ്പം കത്തോലിക്ക ഒരു പള്ളി വിട്ട് ഒരാൾ പെന്തക്കോസ്തിലേക്ക് ചേരുന്നു. ഒരു കത്തോലിക്ക പള്ളിയിൽ അവിടെ പെരുന്നാൾ നടക്കുന്നു, മൈൻഡ് ചെയ്യുന്നില്ല. മാമോദിസ നടക്കുന്നു, മൈൻഡ് ചെയ്യുന്നില്ല. കുർബാന നടക്കുന്നു, മൈൻഡ് ചെയ്യുന്നില്ല. അവിടുന്ന് കത്ത് വരുന്നു, അത് മൈൻഡ് ചെയ്യുന്നില്ല. അവിടെ അത് നടക്കുന്നു, ഇത് നടക്കുന്നു. എന്തോ ആ കത്തോലിക്ക പള്ളി സംബന്ധിച്ച് ഇവൻ മരിച്ചവനാണ്. മനസ്സിലായോ? അത്രേ ഉള്ളതിന്റെ ആശയം. അല്ലാതെ ഇതാണ്ട് വലിയതാണ്ട് കുന്തപ്രാണ്ടി നടന്നു എന്ന് പറഞ്ഞാൽ. ഇപ്പൊ ഈ പെന്തക്കോസുകാർ പോയി ഈ കലക്കവെള്ളത്തിൽ ചാടുന്നതിനകത്ത് ഈ മരണമൊന്നും നടക്കുന്നില്ല. എന്ത് മരണമാണ് നടക്കുന്നത്? ജീവനുണ്ടല്ലേ മരിക്കാൻ പറ്റൂ? ന്യായപ്രമാണം സംബന്ധിച്ച് ജീവിച്ചിരിക്കുന്നവനെ ന്യായപ്രമാണം സംബന്ധിച്ച് മരിക്കാൻ പറ്റൂ. അപ്പൊ ന്യായപ്രമാണത്തിന്റെ കീഴിലുള്ള ഒരുത്തന് മാത്രമേ ന്യായപ്രമാണം സംബന്ധിച്ച് മരിക്കാൻ പറ്റൂ. മനസ്സിലാകുന്നുണ്ടോ? ന്യായപ്രമാണം സംബന്ധിച്ച് മരിക്കണമെങ്കിൽ ന്യായപ്രമാണത്തിന്റെ കീഴിലുള്ളവരായിരിക്കും. അപ്പൊ ഇന്ന് ഈ ഇന്ത്യയിലുള്ള ആളുകൾ ഇന്ത്യൻ ഭരണഘടനയുടെ കീഴിലാണ്. അപ്പൊ ഈ വാക്യം ആപ്ലിക്കബിൾ ആകണമെങ്കിൽ ഇന്ത്യൻ ഭരണഘടന സംബന്ധമായി മരിക്കണം. അവരും അറിയും മരിച്ച പറ്റുമോ? ലോ ഓഫ് ദ ലാൻഡ് ആണ്. യു ഹാവ് ടു ഒബേ ഇറ്റ്, യു ഹാവ് ടു കീപ് ഇറ്റ്. വല്ലതും മനസ്സിലായോ എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ ആക്കിയായത്. പശ്ചാത്തലം അറിയത്തില്ല, ബൈബിൾ ഇത് ഇങ്ങനെ ഓരോ വാക്യം എടുത്തുകൊണ്ട് നടക്കുന്നത്. അപ്പൊ ഇവരെ നിലയ്ക്ക് നിർത്തണം. അതിനാണ് ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത്. ബോധമുള്ള 10 പേരെങ്കിലും ഒരു തലമുറ നിൽക്കണം. അസ്ഥാനത്ത് വാക്യം എടുത്തുകൊണ്ട് വരുമ്പോൾ പിടിച്ചു നിർത്തണം. ഇരിക്കവിടെ. എന്തോ പറയുന്നത്? ഈ വാക്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടാണ് ഘോര ഇവരുടെ മനസ്സിൽ തോന്നുന്ന എല്ലാം പ്രസംഗിച്ച് പിടിപ്പിക്കുന്നത്. ഇങ്ങനെ പ്രസംഗിക്കാൻ പറ്റില്ല. ഇത് യഹൂദ ന്യായപ്രമാണം അങ്ങേയറ്റം മനുഷ്യവിരുദ്ധമായിരുന്നു, മാനവിക വിരുദ്ധമായ
ആധുനികതയ്ക്ക് നിരക്കാത്ത, മനുഷ്യ പുരോഗതിക്ക് നിരക്കാത്ത, സ്വതന്ത്ര ചിന്തയ്ക്ക് നിരക്കാത്ത, സ്ഥിതി സമത്വത്തിന് നിരക്കാത്ത ആ രൂപത്തിലുള്ള ഒരു ന്യായപ്രമാണം, അതാണ് ജീവിപ്പിക്കാൻ കഴിയുന്ന ന്യായപ്രമാണമേ അല്ലായിരുന്നു എന്ന് പൗലോസ് കമന്റ് എഴുതുന്നു. ഗലാത്യർ ഞാൻ വായിച്ചില്ല 3:19. അപ്പൊ ഇവിടെ പറയാണ്, ഇപ്പോഴോ നമ്മെ പിടിച്ചടക്കിയിരുന്ന ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്കൊണ്ട് അക്ഷരത്തിന്റെ വഴക്കത്തിലല്ല ആത്മാവിന്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കേണ്ടതിന് ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായിരിക്കുന്നു. ആരൊഴിവാക്കി? സ്വയം ഒഴിവായി. ഇനി പൗലോസ് ഇത് സംസാരിക്കുന്നതിന്റെ ഒരു പശ്ചാത്തലം അവിടെ തുടങ്ങുന്നത് നമുക്ക് വായിക്കാം. സഹോദരന്മാരെ, ന്യായപ്രമാണം അറിയുന്നവരോടല്ലോ ഞാൻ സംസാരിക്കുന്നത്. നിർത്തവിടെ. നീ താഴോട്ട് വായിച്ചിട്ട് അർത്ഥമില്ല. ഇത് ന്യായപ്രമാണം അറിയാവുന്നവരോടാണ് പൗലോസ് ഇത് എഴുതി വിടുന്നത്. നിങ്ങൾക്ക് വല്ലതും പിടികിട്ടുന്നുണ്ടോ? ഇതൊക്കെ ഇരുന്നിട്ടാണ് ഇവിടെ ഇരുന്ന് നീട്ടി വായിക്കുന്നത്. ആകയാൽ സഹോദരന്മാരെ, ന്യായപ്രമാണം അറിയുന്നവരോടല്ലോ ഞാൻ സംസാരിക്കുന്നത്. ദിസ് ഈസ് ആപ്ലിക്കബിൾ ടു ദോസ് ഹു നോ ദ ലോ ഓഫ് മോസസ്. അവരോടാണ് ഈ പറയുന്നത്. ഇതെടുത്ത് വെച്ച് വായിച്ചിട്ട് നിനക്കർത്ഥമൊന്നുമില്ല. നീ ഇതിരുന്ന് വായിച്ചിട്ടൊന്ന് മനസ്സിലാക്കാനാ? വടിയും ആളും എടുത്ത് എന്റെ നേരെ വന്നിട്ട് കാര്യമില്ല. ഇതിങ്ങനെയല്ലേ ഇതിന്റെ അർത്ഥം? നോക്ക്, സഹോദരന്മാരെ, ന്യായപ്രമാണം അറിയുന്നവരോടല്ലോ ഞാൻ സംസാരിക്കുന്നത്. മനുഷ്യൻ ജീവനോടിരിക്കും കാലത്തൊക്കെ ഈ ന്യായപ്രമാണത്തിന് അവന്റെ മേൽ അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഏത് മനുഷ്യൻ? ഫോർ ഐ സ്പീക്ക് ടു ദം ദാറ്റ് നോ ദ ലോ. അപ്പൊ യഹൂദ ന്യായപ്രമാണത്തിന് കീഴിലുള്ള ആളുകളോടാണ് ഈ കത്തിലൂടെ സംസാരിക്കുന്നത്. അതവിടെ എഴുതുന്നുണ്ട്. എന്നിട്ട് അടുത്ത് പറയാണ്, ഭർത്താവുള്ള സ്ത്രീ ജീവിച്ചിരിക്കുന്ന ഭർത്താവിനോട് ന്യായപ്രമാണത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഭർത്താവ് മരിച്ചാൽ അവൾ ഭർത്തൃ ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവളായി. അപ്പൊ ഒരു വിവാഹം കഴിഞ്ഞ ഒരു സ്ത്രീ അവളുടെ ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ വേറൊരു പുരുഷന്റെ കൂടെ പോകാൻ പാടില്ല, വ്യഭിചാരം ചെയ്യരുത്, ഭർത്താവിനെ വഞ്ചിക്കുക എന്നൊക്കെ ഉള്ളൊരു സങ്കല്പത്തിലാണ് നമ്മൾ അതിനെപ്പറ്റി പറയുന്നത്. ആ ഭർത്താവിനെ മാത്രം ധ്യാനിച്ച് ഇങ്ങനെ ഇരിക്കാം. ഭർത്താവ് മരിച്ചു കഴിഞ്ഞാലോ? ഇന്ത്യയിലാണ് ചിത ചാടണമെന്നൊരു ഇതുണ്ട്. പക്ഷെ അവിടെ നിന്ന് ഷീസ് ഫ്രീ. ഷീസ് നോ ലോങ്ങർ സ്ലേവ് ടു ഹെർ ഹസ്ബൻഡ്. നൗ ഷീസ് ഫ്രീ. ഭർത്താവ് മരിച്ചു, ആ സ്ത്രീ സ്വതന്ത്രയായി, ഭർത്തൃ ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവളായി. ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ അവൾ വേറെ പുരുഷനായാൽ വ്യഭിചാരിണി എന്ന് പേർ വരും. ഭർത്താവ് മരിച്ചുവെങ്കിലോ അവൾ വേറെ പുരുഷനായാൽ വ്യഭിചാരിണി എന്ന് വരാതെ വണ്ണം ന്യായപ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രയാകുന്നു. ഒരു പോയിന്റ് കൊണ്ടുവരികയാണ് പൗലോസ്. അതുകൊണ്ട് സഹോദരന്മാരെ, നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ വേറൊരുവന് ആകേണ്ടതിന് നിങ്ങളും ക്രിസ്തുവിന്റെ ശരീര മുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നു. ഈ വാക്യം റോമാലേഖനം 7-ാം അധ്യായം 4-ാം വാക്യം വളരെ പ്രധാനപ്പെട്ട വാക്യമാണ്. ഈ അടുത്ത കാലത്ത് 48 പേജുള്ള ഒരു പുസ്തകം ഇറക്കിയ ഒരു ആളുണ്ട്. അദ്ദേഹത്തിന് ആരെങ്കിലും ഈ വാക്യം ഒന്ന് അയച്ചു കൊടുക്കുന്ന നല്ലതാണ്. അപ്പൊ ഈ വാക്യം, അതുകൊണ്ട് സഹോദരന്മാരെ, നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ വേറെ ഒരുവനാകേണ്ടതിന്. പഴയവനല്ലിത്. ഇത് പഴയവനല്ലെന്ന് എന്ന് പറഞ്ഞാൽ പഴയ ന്യായപ്രമാണം കൊടുത്ത ആളല്ലിത്. ആ ആളാണെങ്കിൽ വേറെ ഒരുവൻ എന്ന് പറയുവോ? പഴയ പ്രമാണം കൊടുത്ത ആളല്ല, ഇത് പുതിയ പ്രമാണമാണ്. ഇതെന്ത് പ്രമാണമാണ്? മരണത്തിന്റെ പ്രമാണമല്ല, ഇത് ജീവന്റെ പ്രമാണമാണ്. പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണം. ലോ ഓഫ് സിൻ ആൻഡ് ഡെത്ത്. എന്ത് വന്നാലും അത് സിന്നാണോ എന്ന് നോക്കും, മരണം വിധിക്കും. അപ്പൊ ലോ ഓഫ് സിൻ ആൻഡ് ഡെത്ത് അതാണ് മോശ കൊണ്ടുവന്നത്. ഇത് അവിടെ നിന്ന് മാറിയിട്ട് യേശു കൊണ്ടുവന്ന പ്രമാണം, അത് ജീവന്റെ പ്രമാണമാണ്.
ഇതാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറ് അതുകൊണ്ട് സഹോദരന്മാരെ, നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ വേറൊരുവന് ആകേണ്ടതിന് അതുകൊണ്ട് സഹോദരന്മാരെ, നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ വേറൊരുവനാകേണ്ടതിന് നിങ്ങളും ക്രിസ്തുയേശുവിന്റെ ശരീര മുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നു. ഈ മരണം നടക്കുന്ന എന്ത് സംബന്ധമായിട്ടാണ്? ന്യായപ്രമാണ സംബന്ധമായി. ഡെത്ത് ടു ദ ലോ. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളെ ധ്യാനഗുരുക്കന്മാർ വഞ്ചിക്കുന്ന ഭാഗമാണ് ഞാൻ ഈ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. സൈഡിലിരിക്കുന്നവർ കമ്പിയെ മുറുകെ പിടിച്ചോണം, താഴെ പോകല്ലേ. നിങ്ങളുടെ പരമ്പരാഗത സങ്കല്പങ്ങൾ തകർന്ന് തരിപ്പണമായി നിങ്ങൾക്ക് നിരാശ ബാധിച്ചാൽ എനിക്ക് ഉത്തരവാദിത്വമില്ല, നിങ്ങൾ ലൈവ് നിർത്തിച്ച് പോവുക. അതുകൊണ്ട് ഇന്ന് പച്ചപരമാർത്ഥങ്ങളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ മുമ്പേ ഡിസ്കസ് ചെയ്ത അധ്യായം ഉണ്ടല്ലോ, ഇതേ ഭാഗം പറഞ്ഞ ഗലാത്യർ 3, അവിടുന്ന് ഒരു വാക്യമാണ് അടുത്തായിട്ട് വായിക്കാൻ പോകുന്നത്. എല്ലാവരും അവിടെ തന്നെ കൈയും തലയും പുറത്തിടരുത്. ഗലാത്യ ലേഖനം 3:27. ക്രിസ്തുയേശുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. For as many of you as have been baptized into Christ have put on Christ. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അപ്പൊ ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റു. എന്താണ് ക്രിസ്തുവിനോട് ചേരുന്നത്? അപ്പൊ ഇവിടെ പറയാണ്, ന്യായപ്രമാണ സംബന്ധമായി മരിച്ചു. ന്യായപ്രമാണ സംബന്ധമായി മരിച്ചു. എന്നിട്ട് മരിച്ചുയർത്തെഴുന്നേറ്റവനായ വേറൊരുവന് ആകേണ്ടതിന്. ഇനി നിങ്ങള് പൗലോസ്ലീഹ തന്നെ എഴുതിയ വേറൊരു വാക്യം ശ്രദ്ധിക്കുക. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിൻ കീഴിൽ ആയിരുന്നു. എല്ലാവരും സമുദ്രത്തിലൂടെ കടന്നു. എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. ആൻഡ് വേർ ഓൾ ബാപ്റ്റൈസ്ഡ് അൺടു മോസസ് ഇൻ ദ ക്ലൗഡ് ആൻഡ് ഇൻ ദ സീ. കണ്ടോ? അപ്പൊ മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. അപ്പൊ മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്ന ഒരു ജനം അവിടെ നിൽക്കുകയാണ്. അപ്പൊ അവരാരുടെ ഭാര്യയാണ്? ന്യായപ്രമാണത്തിന്റെ ഭാര്യയാണ്. ന്യായപ്രമാണത്തിന്റെ ഭാര്യാപദവി അലങ്കരിക്കുന്ന, ന്യായപ്രമാണത്തിന്റെ ഭാര്യ പദവി എന്നുള്ളത് ആലങ്കാരികമായി ആനുഷംഗികമായി പഴയ നിയമത്തിൽ യഹോവയുടെ ഭാര്യ എന്നും കാണാൻ പറ്റും. സംശയമുണ്ടോ? അതിനാണ് ഈ ഇസ്രായേൽ യഹോവയുടെ ഭാര്യ പദവി അലങ്കരിച്ചിരുന്നു. നിങ്ങൾക്ക് ഒരുപാട് വാക്യങ്ങൾ നിങ്ങൾ പഴയ നിയമത്തിലെ പ്രവചന പുസ്തകങ്ങളൊക്കെ വായിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പഴയ നിയമം ഇസ്രായേലിനെ യഹോവയുടെ ഭാര്യ, ന്യായപ്രമാണത്തിന്റെ ഭാര്യയാണ്. ഇപ്പൊ ന്യായപ്രമാണ സംബന്ധമായി മരിക്കുകയാണ്. അതാണ് ഈ ഭർത്താവ് മരിച്ചു. മനസ്സിലായോ? ഭർത്താവ് മരിച്ചാലേ ഭാര്യ ഫ്രീ ആവത്തുള്ളൂ. ആരാണ് ഈ ഭർത്താവ്? യഹോവയാണ്. യഹോവ മരിക്കണ്ടേ? വേണ്ടേ? മരിച്ചെങ്കിലേ ഇവിടെ യേശുവിന്റെ മണവാട്ടിയാകാൻ പറ്റൂ. ഇവിടെ യേശുവിന്റെ മണവാട്ടിയാണെന്ന് പറഞ്ഞ് ഇവിടെ കുറെ ആളുകൾ നടക്കുന്നുണ്ട്. അവന്മാരെ യഹോവയെ ജീവിപ്പിച്ചുകൊണ്ട് നടക്കുകയാണ്. നിങ്ങൾക്ക് എന്റെ വൈതരണി മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് സഹോദരന്മാരെ,
നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ വേറെ ഒരുവനാകേണ്ടതിന്. അപ്പൊ ഇപ്പൊ ആർക്കായിരിക്കുന്നേ? ഇപ്പം മോശയോട് ചേർന്നു സ്നാനമേറ്റ്. ഇപ്പൊ സ്നാനമേറ്റ് എന്ത് ചെയ്യാണ്? ക്രിസ്തുവിനോട് ചേരുകയാണ്. അപ്പൊ ആര് ഈ സ്നാനത്തിൽ മരിച്ച് അടക്കപ്പെടുകയാണ്? എന്ത് സംബന്ധമായിട്ടാണ് ഈ മരിക്കുന്നേ? സ്നാനത്തിൽ മരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു ഇവിടെ ഇങ്ങനെ ആളുകൾ പറയും. സ്നാനം മരിച്ചടക്കാണ്. കറക്റ്റാ. എന്താണ്? സ്നാനം എന്ന് പറഞ്ഞാൽ എന്താണ്? മരണമാണ്. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെയാണ് ഈ പാപസംബന്ധമായി മരിക്കുന്നത്? പാപസംബന്ധമായി മരിക്കുന്ന എങ്ങനെയാണ്? ഒരുപാട് ആളുകൾ നിങ്ങളിപ്പോ ഞാൻ ഈ പറയുമ്പം ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ല, ഇയാൾ രാവിലെ തൊട്ടിരുന്ന് വൃത്തിയോട് പറയുക, അങ്ങനെ പറയരുത്. കാരണം ആളുകളുടെ ജീവൽ സംബന്ധമായ പ്രശ്നമാണ്. ഒത്തിരി ആളുകൾ എനിക്ക് മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. പാപസംബന്ധമായി മരിക്കുന്ന എങ്ങനെയാണ്? ഒത്തിരി ആളുകൾക്ക് ഈ വിഷയമുണ്ട്. ഈ പാപസംബന്ധമായി മരിക്കുന്ന എങ്ങനെ? ഇപ്പൊ ചെറുപ്പക്കാരായ ആളുകള് പലപ്പോഴും, ചെറുപ്പക്കാര് തന്നെയല്ല, പ്രായമുള്ളവരും ഒക്കെ മെസ്സേജ് അയക്കാറും സംശയങ്ങൾ ചോദിക്കാറും ഒക്കെ ഉണ്ട്. ഒത്തിരി പേരെ സ്ട്രഗിൾ ചെയ്യുന്നത് ഈ സെക്ഷൽ ഫാന്റസീസ് ആണ്. ലൈംഗിക ചിന്തകൾ, അതുപോലെ തന്നെ സ്വയംഭോഗം, വ്യഭിചാരാസക്തി, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഒത്തിരി ആളുകൾ സ്ട്രഗിൾ ചെയ്യുന്നു. മലയാളി മൈൻഡ് സെറ്റിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സ്ട്രഗിൾ ചെയ്യുന്ന ഈ ഒരു ഏരിയ ആയിട്ട്. എന്നിട്ട് മെസ്സേജ് അയക്കുന്ന മുഴുവൻ ഇതാണ് പ്രശ്നം. വോയിസ് മെസ്സേജ് ഒക്കെ ഉണ്ട് ഇവിടെ, ഒരുപാട് ആളുകൾ അയക്കുന്നു. ഇന്നലെ എനിക്കൊരു മെസ്സേജ് കിട്ടി. അപ്പം മെസ്സേജ് അയച്ച ബഹുമാന്യ സഹോദരനും ഇത് കേൾക്കുന്നുണ്ടായിരിക്കും. പാപസംബന്ധമായി മരിച്ചവരായ നാം, എന്താണ് ഈ പാപസംബന്ധമായി മരിച്ചവരായ നാം? പാപസംബന്ധമായി മരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകൾ ഈ കടുക്കാവെള്ളം പോലെയുള്ള ചില ഉപാധികളൊക്കെ ഉപയോഗിച്ച് അവന്റെ എല്ലാ ലൈംഗിക ചോദനകളെയും ഇല്ലാണ്ടാക്കുക, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകൾ ഒത്തിരി ആളുകൾ. പാപസംബന്ധമായുള്ള മരണം എന്താണ്? പാപസംബന്ധമായി മരിച്ചവരായി നാം ഇനി അതിൽ ജീവിക്കുന്ന എങ്ങനെ? അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഇതേപ്പറ്റിയൊക്കെ പെന്തക്കോസ്തുകാരൊക്കെ പഠിപ്പിക്കുന്ന കേട്ടാൽ വിചിത്രമാണ്. ഈ സ്നാനം ഏറ്റു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഒരു ലൈംഗിക വികാരവും സന്താനാത്പാദനത്തിന്റെ സമയത്തല്ലാതെ മറ്റൊരു സമയത്ത് ഉണ്ടാകുകയാണെന്നാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ അല്ലാത്ത സമയത്ത് ഇവനൊരു ലൈംഗിക വികാരമോ ഒരു ഉദ്ധാരണമോ ഒക്കെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവന് ഭയങ്കര പേടിയാണ്. മനസ്സിലായി? ഇതൊക്കെ പ്രാകൃതമായ ഗോത്രീയമായ പഠനങ്ങളാണ്. ഇതൊന്നും ബൈബിൾ പഠനമൊന്നുമല്ല. ഇതൊന്നും അല്ല അവിടെ പറയുന്നത്. മനസ്സിലായില്ലേ? അവിടെ നിന്റെ അടിവസ്ത്രത്തിന്റെ ഉള്ളിലെ വിശേഷം അല്ല അവിടെ ചർച്ച ചെയ്യുന്നത്. ഇതാദ്യം മനസ്സിലാക്കുക. ഇത് ഞാൻ ഇങ്ങനെ ഇത്രയും ഗൗരവമായിട്ട് ഇത്രയും മോശമായ ഭാഷയിൽ പറയുന്നതിന്റെ കാരണം എന്നാ? അതുപോലെ എനിക്ക് മെസ്സേജ് കിട്ടുന്നുണ്ട്. കാരണം ഒരു ട്രൂത്ത് പറഞ്ഞു കഴിയുമ്പോൾ ആളുകൾ പരിഭ്രമിക്കുകയാണ്. ഈ ചൂട്ട് കണ്ട പെരിച്ചാഴിയെ പോലെയാണ് ആളുകൾ മെസ്സേജ് അയക്കുന്നത്. ഇതിന് എന്തെല്ലാം വൃത്തികേടാണെന്ന് ഈ ധ്യാനഗുരുക്കന്മാർ പഠിപ്പിച്ച ആളുകളെ വെച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ കത്തോലിക്ക അച്ഛന്മാർക്കും കന്യാസികൾക്കും കല്യാണം കഴിക്കാത്തതിന്റെ ഏനക്കേട് ഒത്തിരി ഉണ്ട് താനും. ഇവർ ഈ അനാവശ്യ കാര്യങ്ങളൊക്കെ ആളുകളെ പഠിപ്പിക്കും. ഈ ഭാഗം മുറിച്ചുകൊണ്ട് പോയി പ്രചരിപ്പിച്ചാൽ എനിക്ക് വിരോധമൊന്നുമില്ല കേട്ടോ. ലീസ്റ്റ് ബോധേഡ് കാരണം ബിക്കോസ് ഞാൻ പറയുന്നത് ദൈവവചനത്തിലെ പ്ലെയിൻ ട്രൂത്ത് ആണ്. അവിടെ പറയുന്ന ആ വിഷയമൊന്നുമല്ല. ഇവിടെ പറയാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയൂ. എന്താണ് ആ മരണം? ന്യായപ്രമാണ സംബന്ധമായി മരിക്കുന്നു. പാപസംബന്ധമായ മരണം, അയ്യോ,
പാസ്റ്ററെ, നിങ്ങൾ എന്ത് വൃത്തികേടായി പറയുന്നത്? പാപസംബന്ധമായി മരിക്കുക എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് ന്യായപ്രമാണ സംബന്ധമായി മരിച്ചു എന്ന് പറയുന്നത്? അത് പാപസംബന്ധമായിട്ടുള്ള മരണമല്ലേ? ശരിയാണ്. പാപസംബന്ധമായ മരണം, പാപപ്രമാണം എന്താണ്? അത് ന്യായപ്രമാണമാണ്. മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. The sting of death is sin and the strength of sin is the law. അപ്പൊ മരണത്തെ കൊണ്ടുവരുന്ന പ്രമാണത്തെ പറ്റിയാണ് ഈ പറയുന്നത്. യഹൂദന ഈ പ്രമാണത്തിന്റെ ഇരുമ്പ് നുകത്തിന്റെ കീഴിലായിരുന്നു നിങ്ങൾ പാപത്തിന്റെ ദാസന്മാർ. യേശുക്രിസ്തു പറയുകയാണ്. അതുകൊണ്ട് അതിൽ നിന്നുള്ള സ്വാതന്ത്ര്യം ഏതാണ്? ന്യായപ്രമാണത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം ക്രിസ്തു യേശു വാഗ്ദത്തം ചെയ്യുന്നു. അപ്പൊ ഇതിനു മുമ്പൊരു സ്നാനം ഉണ്ടായിരുന്നു. ആ സ്നാനം നമ്മുടെ പിതാക്കന്മാർ ഏറ്റു. ആ സ്നാനമേറ്റിട്ടാണ് ആരോട് ചേർന്നത്? മോശയോട് ചേർന്ന്. ഇവിടെ നമ്മളെ അബദ്ധം തിരുത്തുക എന്നാ പറയും. മിസ്രൈമില് ഫറവോന്റെ കീഴില് ഇഷ്ടംപോലെ മീൻ പിടിച്ചും വെള്ളരിക്ക പറിച്ചും തിന്നുകൊണ്ടിരുന്ന ജനമാണ്. വെള്ളരിക്ക, ചിറ്റുളി, മീന്, അവര് പറയുന്നുണ്ട്, ലിസ്റ്റ് പറയുന്നു. ഞങ്ങൾക്കെല്ലാം ഉണ്ടായിരുന്നു. ഇവിടെ ഒരുപാട് എണ്ണ ചേർത്ത് ഈ ദോശ പോലെ ഈ സാധനമാണല്ലോ കിട്ടുന്നത്. മരുഭൂമി കിടന്ന് അവർ പറയുന്നുണ്ട്. കളിച്ചു പോയില്ലേ, തിരിച്ചു പോരാൻ പറ്റുമോ? എന്നിട്ട് അത് പാട്ടുണ്ടാക്കി. ഫറവോനു ഞാനിനി അടിമയല്ല, ഫറവോനു ഞാനിനി അടിമയല്ല, പരമസിയോനിൽ ഞാൻ അന്യനല്ല, പരമസിയോനിൽ ഞാൻ അന്യനല്ല. ഫറവോന് ഞാനിനി അടിമയല്ല, പരമസിയോനിൽ ഞാൻ അന്യനല്ല. എങ്ങനെയുണ്ട്? അപ്പൊ ഫറവോന് ഞാൻ ഇനി അടിമയല്ല, പരമസിയോനിൽ ഞാൻ അന്യനല്ല. ഇപ്പൊ ഇവര് എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, സംഹാര ദൂതൻ എന്നെ കടന്നുപോയി, ഫറവോനു ഞാൻ ഇനി അടിമയല്ല. എന്റെ കോമഡി എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കണം. ഫറവോനു ഞാൻ ഇനി അടിമയല്ല, പരമസിയോനിൽ ഞാൻ അന്യനല്ല, പരമസിയോനിൽ ഞാൻ അന്യനല്ല. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി. ഈ ചെങ്കടല് കടന്ന് പോന്ന ഇസ്രായേൽക്കാരെ പോയി കണ്ട് ഇന്റർവ്യൂ ചെയ്യണം. അവരോട് ചോദിക്കണം, നിങ്ങൾക്ക് അവിടുന്ന് പോന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു? സന്തോഷമാണോ? ഫറവോന് ഞാൻ ഇനി അടിമയല്ല, പരമസിയോനിൽ ഞാൻ അന്യനല്ല, ഞാൻ സിയോനിന്റെ ആളാണ്, ഞാൻ ഫറവോന്റെ അടിമയല്ല. ഇതാണ് പാടുന്നത്. ഇതാണ് അറിയാതെ ഈ സുറിയാനിക്കാരും പാടിക്കൊണ്ടിരിക്കുന്നത്. സിയോനെ മശീഹായെ ക്രൂശിച്ചവളേ, സിയോനെ മശിഹായെ ക്രൂശിച്ചവളെ. ഇതാണ് ട്രൂ ക്രിസ്ത്യൻ അണ്ടർസ്റ്റാൻഡിങ്.
അല്ലാതെ സിയോൻ യാത്രയാതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. അപ്പൊ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് വന്നു. ഇതാണ് പറയുന്നത്. ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് വന്നു. പഴയ ഒരു സ്റ്റോറി. ഇത് നമ്മൾക്ക് കാണുമ്പം ഈ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഉടനീളം നമുക്ക് കാണാൻ പറ്റും. ഏതാണ്? എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, അലച്ചങ്കടലിൽ നീ അന്നു പാത തെളിച്ചു, മരുവിൽ മക്കൾക്കു മന്ന പൊഴിച്ചു. ഭയങ്കര അത് നല്ലൊരു മോചനമായിരുന്നെങ്കിൽ ഇതൊന്ന് യേശുക്രിസ്തു പറയേണ്ട കാര്യമില്ലായിരുന്നു. സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും, സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും, പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വരുത്തും. അപ്പൊ ഇപ്പോഴും നമ്മൾ ഈ പറഞ്ഞ ഈ പെന്തക്കോസ്റ്റൽ ഉപദേശമൊക്കെ കേട്ടിരിക്കുന്ന ആളുകൾ, ഞാൻ വീണ്ടും പറയാം, ട്രൂ ക്രിസ്ത്യാനിറ്റി അല്ല. ഇപ്പോഴും ഇതാ പ്രസംഗിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഏത്? ചെങ്കടലിൽ കൂടെ നടത്തി, അഗ്നിമേഘാത്തൂണുകളാൽ അടിയാനെ എന്നും നടത്തു. ഈ യെരമ്യാ പ്രവാചകന്റെ പ്രവചനങ്ങൾ വായിക്കുമ്പോൾ ന്യൂ ടെസ്റ്റമെന്റ് റിഫ്ലക്ഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ മുഴുവൻ പ്രവചനമല്ല, ഭാഗമായിട്ടും വിവിധമായിട്ടും അംശമായിട്ടും പഴയ നിയമ പ്രവാചകന്മാരിലൂടെ ദൈവം സംസാരിച്ചു. ഭാഗികമായി ദൃഷ്ടാന്തത്താൽ നിബിയന്മാർ മൂലം പൂർവികതാതനായി താതൻ പൂർവം ഭാഷിച്ചു. അപ്പം നമ്മോട് ഇന്ന് ഈ അന്തിമ കാലത്ത് പുത്രനിലൂടെ സംസാരിച്ചപ്പം യെരമ്യാ പ്രവാചകന്റെ ഒരു 16 അധ്യായം 14 വാക്യം നിങ്ങൾ നോക്കുക. ആകയാൽ ഇസ്രായേൽ മക്കളെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന യഹോവയാണ് എന്ന് ഇനി പറയാതെ, therefore behold the days come, say the Lord, that it shall no more be said, the Lord lives, that brought up the children of Israel out of the land of Egypt. ഇസ്രായേൽ മക്കളെ വടക്കേ ദേശത്തു നിന്നും താൻ അവരെ നീക്കിക്കളഞ്ഞിരുന്ന സകല ദേശങ്ങളിൽ നിന്നും കൊണ്ടുവന്ന യഹോവയാണെന്ന് പറയുന്ന കാലം വരും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇപ്പൊ ഒരു പ്രോഫസി യെരമ്യാ പറയാണ്, ഈ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നു എന്നുള്ള ആ ഒരു വീരസ്യം പറയാതെ ക്രിസ്തുയേശുവിൽ പുതുമനുഷ്യനെ സൃഷ്ടിക്കുന്ന ആ ദൈവത്തെ സംബന്ധിക്കുന്ന പ്രൈസ് ചെയ്യുന്ന ഒരു കാലമാണ്. ഇത് വളരെ കൃത്യമായ പ്രവചനം. ഈ പ്രവചനം നടന്നോ ഇല്ലയോ? ഇപ്പോഴും നമ്മുടെ സഹോദരങ്ങള് പാടുന്ന എന്താണെന്നറിയാമോ? ചെങ്കടലിൽ നീ അന്നു പാത തെളിച്ചു. യെരമ്യാ പറയാ, അതൊക്കെ ഓൾഡ് സ്റ്റോറി. ഇനി അതൊന്നും അല്ല വിഷയം. എന്താണ് വിഷയം? പണ്ട് ക്രിസ്തുയേശുവിൽ പണ്ട് ചെങ്കടലിലൂടെ കൊണ്ടുവന്നു, അതൊരു ഓൾഡ് സ്റ്റോറിയാണ്, അതിനി പറയില്ല. അതാണ് പറഞ്ഞത്, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും സമുദ്രത്തിലും മേഘത്തിലും സ്നാനമേറ്റ് ആരോട് ചേർന്നു? മോശയോട് ചേർന്നു. എന്നാൽ നാം എന്ത് ചെയ്തു? നാം ക്രിസ്തുയേശുവിനോട് ചേരുവാൻ സ്നാനമേറ്റു. ക്രിസ്തുയേശുവിനോട് ചേരുവാൻ സ്നാനമേക്കുന്ന ഒരു യഹൂദൻ ന്യായപ്രമാണ സംബന്ധമായി മരിക്കുന്നു, അല്ലെങ്കിൽ പാപസംബന്ധമായി മരിക്കുന്നു. മരിച്ചിട്ട് അവൻ നീതിക്ക് ജീവനായി നടക്കേണ്ടതിന് അവൻ ക്രിസ്തുയേശുവിനോട് ചേരുവാൻ സ്നാനമേൽക്കുന്നു. ഇതാണ് യേശു ക്രിസ്തുവിനോട് ചേരുവാനുള്ള സ്നാനം. അതാണ് ഈ സ്വാതന്ത്ര്യം എന്ന് അവിടെ പറയുന്നു. മനസ്സിലായോ നിങ്ങൾക്ക്?
ഇപ്പൊ സ്വാതന്ത്ര്യം എന്തിൽ നിന്നാണ്? പാപത്തിന്റെ പ്രമാണത്തിൽ നിന്ന്, മരണത്തിന്റെ പ്രമാണത്തിൽ നിന്ന് യഹൂദന് കിട്ടുന്ന സ്വാതന്ത്ര്യം യേശുക്രിസ്തുവിലേക്ക് വരുമ്പോൾ കരുനാഗപ്പള്ളി കിടക്കുന്ന ഒരു ഈഴവ സഹോദരനോട് ചെന്ന് നിങ്ങൾ ഈ വാക്യം ഉദ്ധരിച്ച് നിങ്ങളെ സ്വതന്ത്രമാക്കും എന്ന് പറഞ്ഞ് എന്തിൽ നിന്ന് സ്വതന്ത്രമാക്കുമെന്നോ? ഈസ് നോട്ട് അണ്ടർ ദ ലോ ഓഫ് സിൻ ആൻഡ് ഡെത്ത്. അപ്പൊ അതുകൊണ്ട് ബൈബിൾ വായിക്കുമ്പോൾ ഇത് എന്ത് ആണ്, ആര് ആരോട് എപ്പോൾ എന്തിനു പറഞ്ഞു എന്ന് ചിന്തിക്കണം. എന്നോട് പരിഭവിക്കേണ്ട, ഈ വിഷയങ്ങൾ നമ്മൾ കൂടുതലായിട്ട് അടുത്ത ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്യും. അതുവരേക്ക് നന്ദി, നമസ്കാരം, ബൈ, താങ്ക് യു.